സമയത്ത് മുക്താനന്ദ സ്വാമികളാണ് നമ്മുടെ കൂടെ. ഇതിൽ പലർക്കും പരിചയമുണ്ട്, പക്ഷെ ചിലർക്കൊന്നും അത്ര പരിചയം ഉണ്ടാവില്ലായിരിക്കാം. സ്വാമിജി വളരെ വ്യാപകമായി തന്നെ ശുദ്ധമായ വേദാന്ത ശാസ്ത്രത്തെ അതിൻ്റെ സമ്പ്രദായത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആചാര്യനാണ്. ഇപ്പോൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം നിത്യനികേതനം ആശ്രമം. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാമിജി നേരിട്ടും അല്ലാതെയും എത്തിപ്പെടുന്നുണ്ട്, ഓൺലൈനായിട്ടും നേരിട്ടും. ലോകം മുഴുവൻ മനഃശാസ്ത്രപരമായി വേദാന്ത ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുകയും അനേകം യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും മറ്റും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത നമുക്കെല്ലാം അങ്ങേയറ്റം ആദരണീയനായിരുന്ന നിത്യചൈതന്യ സ്വാമികൾ അടുത്ത ശിഷ്യനായി സ്വാമിജി പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ സന്യാസത്തിൻ്റെ മുമ്പ് ധാരാളം ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം ആ കാലഘട്ടത്തിലേ രചിച്ചിട്ടുണ്ട്, സുന്ദരമായ ഭാഷാ ശൈലിയിൽ. ഇപ്പോഴും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് സ്വാമിജി ഇവിടെ നമ്മുടെ ആധ്യാത്മിക അന്തര്യോഗത്തിന് വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കാറുണ്ട്. വളരെ വളരെ സന്തോഷം. സ്വാമിജിയുടെ നമ്മളോടുള്ള ചേർന്നുള്ള ഒരു നിൽപ്പും ശൈലിയും ലാളിത്യവും എല്ലാം പ്രത്യേകം ശ്രദ്ധേയമാണ്. സ്വാമിജിക്ക് സ്വാഗതമൊന്നും പറയുന്നില്ല, ഒരു ഔപചാരികതയൊന്നും ആവശ്യമില്ല. അങ്ങനത്തെ ഔപചാരികതയുടെ ഒരു 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 വേലിക്കെട്ടും ഞങ്ങൾക്കിടയ്ക്ക് വേണ്ട. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. നല്ലോണം ശ്രദ്ധിക്കുക എന്ന് പറയാൻ കാരണം, സാമാന്യം വിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കറികൾ തന്നെ 2-3 ഉണ്ട്. പിന്നെ പായസം കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാവരും നല്ലോണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനാവുമ്പോൾ വേദാന്ത ശ്രവണത്തിന് 2 വിഘ്നങ്ങളാണ്. ശ്രവണ മനന നിധിധ്യാസ മാർഗത്തിൽ പോകുന്നതിന് പ്രധാനമായി 2 വിഘ്നങ്ങളാണ്. ഒന്ന് ലയം, മറ്റൊന്ന് വിക്ഷേപം. വിക്ഷേപം എന്ന് പറഞ്ഞാൽ അന്യചിന്ത വരിക. നിങ്ങളെപ്പോലത്തെ മഹാവേദാന്തികൾക്ക് അത് വരാനില്ല. പിന്നെന്താ വരിക? ലയാണ്. ലയം വരും, പ്രത്യേകിച്ച് പായസം കുടിച്ചാൽ. അതിനേക്കാൾ വിശേഷമായിട്ട് ഉച്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് തൻ്റെ അടുത്ത് ആരെങ്കിലും ഇരിക്കുന്നവർ ലയിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് നുള്ളുക. സാധാരണഗതിയിൽ ഉറങ്ങുന്ന ഒരാളെ ഉണർത്തുന്നത് ബ്രഹ്മഹത്യ പാപമാണ്, ബ്രഹ്മഹത്യാ ദോഷമുണ്ട് ഉറങ്ങുന്ന ആളെ ഉണർത്തിയാൽ. എന്നാൽ വേദാന്തം ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മവിദ്യ കേൾക്കാൻ വേണ്ടി ഉണർത്തിയാൽ പുണ്യ, പാപമല്ല. അതുകൊണ്ട് ആരെങ്കിലും അടുത്ത് ഉറങ്ങണുണ്ടെങ്കിൽ ഒന്ന് നുള്ളുക. ഏതായാലും എല്ലാവരുടെയും ശ്രദ്ധ പൂർണ്ണമായി ഉണ്ടാവട്ടെ. സന്തോഷം.
ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്നേഹം നിറഞ്ഞ ചിദാനന്ദപുരി സ്വാമിജികളുടെ കരുതലിലും അതുപോലെ ഈയുള്ളവനിലുള്ള വിശ്വാസത്തിലും നമസ്കരിക്കുന്നു. ശ്രോതാക്കളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നത്തെ അന്തര്യോഗത്തിൽ പല ക്ലാസ്സുകളും നിങ്ങൾ കേട്ട് കുറേയൊക്കെ ഈ വിഷയം എടുക്കുന്ന വിഷയം പരിചിതമായിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരു വിഷയം തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ധ്യാനയോഗത്തിൻ്റെ ഒരു മുഖവുരയായിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഭഗവത്ഗീതയുടെ പഠനാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭഗവത്ഗീതയ്ക്ക് 2 തട്ടുകളായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇരിക്കുന്നത്. ഒന്ന് പ്രവൃത്തി ലക്ഷണത്തോടു കൂടിയിട്ടുള്ള കർമ്മയോഗവും നിവൃത്തി ലക്ഷണത്തോടു കൂടിയിട്ടുള്ള സന്യാസവും. ഇത് ഈ 6ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിന്താധാര ഭഗവത്ഗീത പഠനത്തിൻ്റെ അന്തർധാരയായിട്ട് നമ്മുടെ കൂടെ തന്നെ വേണം. എല്ലാ സാധനകളും ആത്യന്തികമായിട്ട് നമ്മുടെ അന്തരംഗത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ആ സാധനകളിലൂടെ ചിത്തം ഏറെ തെളിയുമ്പോഴാണ് നമുക്ക് നിധിധ്യാസനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ശ്രവണ മനന നിധിധ്യാസനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ധ്യാനത്തിൽ നിന്ന് നിധിധ്യാസനത്തിലേക്ക് നമുക്ക് കടക്കാം. ധ്യാനം നിധിധ്യാസനത്തിന് മുമ്പുള്ള ഒരു ഘട്ടമാണെന്ന് പറയാം. ധ്യാനം എന്ന് പറയുന്നത് മനോവൃത്തികളുടെ സജാതീയമായ പ്രവാഹമാണ്. ഒരേപോലെയുള്ള മനോവൃത്തികൾ ഏറെ സമയം മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ അത് ഒരു ധ്യാനാവസ്ഥയാണ്. സാധാരണ നമ്മുടെ മനസ്സ് കൂടെ കൂടെ ഇതര വൃത്തികളിലേക്ക് കുതറിപ്പോകുന്ന ഒരു പതിവുണ്ട്. മനസ്സ് ഏതെങ്കിലും ഒരു വൃത്തിയിൽ ഉറപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് കഴിയാറില്ല. അപ്പോഴേക്കും അടുത്ത ഒരു ചിത്തവൃത്തി വന്നിട്ട് ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോകും. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു സ്വഭാവം ചിതറുന്ന പ്രകൃതമാണ്. മനസ്സ് കൂടെ കൂടെ ചിതറിക്കൊണ്ടിരിക്കും. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ മനസ്സിൻ്റെ 5 ഭൂമികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ്. 5 ഭൂമികൾ. അത് പ്രധാനമായിട്ടും ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം,
ഏകാഗ്രം, നിരുദ്ധം, ഈ 5 ഭൂമികൾ. ഇത് നമ്മൾ ഭാരതീയ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ ഈ 5 ഭൂമികളെക്കുറിച്ച് നല്ലവണ്ണം അറിയണം. ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മനസ്സിൻ്റെ 5 ഭൂമികളെ കുറിച്ചിട്ട് അറിയണം എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് തന്നെയായാലും ഒരു ശോഭനമായ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കണം. ആ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഷയത്തിൽ മനസ്സുറപ്പിക്കാൻ കഴിയുക. അങ്ങനെ മനസ്സുറപ്പിക്കാൻ കഴിയുമ്പോൾ അതിനെ ധാരണ എന്നാണ് പറയുന്നത്. നമുക്കൊരു വിഷയത്തെ മനസ്സിൽ ധരിച്ചു നിർത്താൻ കഴിയുക. എന്തുകൊണ്ട് നമുക്ക് ഒരു വിഷയത്തെ ദീർഘനേരം മനസ്സിൽ നിലനിർത്താൻ കഴിയാതിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ കുഴപ്പമല്ല. ശരിക്കും മനസ്സിന് 3 ഗുണങ്ങളുടെ സ്വാധീനമുണ്ട്. ഈ 3 ഗുണങ്ങളിൽ മനസ്സിനെ തെന്നിത്തെറിപ്പിച്ച് കൊണ്ടുപോകുന്ന ഗുണമാണ് രജസ് എന്ന് പറയുന്നത്. രജസ് പ്രബലമാകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഏകാഗ്രത കിട്ടില്ല. ഏകാഗ്രത എന്ന് പറയുന്നത് സത്വം പ്രബലമാകുമ്പോഴാണ് വരുന്നത്. എന്നാൽ ഗുണങ്ങളിൽ ഏറെ ജാഡ്യത ഉണ്ടാക്കുന്ന ഒരു ഗുണമാണ് തമസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ചിത്തവൃത്തികൾക്കിടയിൽ ഒരു ജാഡ്യതയുണ്ട്, ഒരു തമോ ഗുണത്തിൻ്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ക്ഷിപ്തം കഴിഞ്ഞിട്ട് മൂഢം എന്ന ഒരു ഭൂമിക വരുന്നത്. നമുക്ക് ഒരു വസ്തുവിനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ വസ്തു നമ്മുടെ മുമ്പിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വേറെ ഒരു ഭാവം കടന്നു വരികയും ആ ഭാവം കടന്നു വരുന്നതിന് മുമ്പ് ഒരു വസ്തു മാറിയിട്ട് വേറെ വസ്തുവിനും ഇടയിൽ ഒരു ഇരുണ്ട ഇടനാഴിയുണ്ട്. ഇരുണ്ട ഇടനാഴി എന്ന് പറയുമ്പോൾ രണ്ടിനിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഇരുണ്ടതാണ്, അവ്യക്തതയുടേതാണ്, ജഡതയുടേതാണ്, ഇനർഷ്യയുടേതാണത്. അത് തമസിൻ്റെ സ്വാധീനമാണ് അവിടെ ഇരിക്കുന്നത്. മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ആ ജഡതയെ കുറച്ചെടുക്കണം. എങ്കിൽ മാത്രമാണ് സത്വഭൂമികയിലൂടെ നമുക്ക് സമാന വൃത്തികളുടെ പ്രവാഹത്തെ നമ്മളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ധ്യാനം തത്രൈകതാനത, ഏകതാനമായിട്ടുള്ള പ്രത്യയത്തിൻ്റെ പ്രവാഹം തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. പ്രത്യയം എന്ന് പറഞ്ഞാൽ വൃത്തി. അപ്പോൾ ആ ധ്യാനം 2 ഘട്ടങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്ന് സഗുണപരമായ ധ്യാനം, നിർഗുണപരമായിട്ടുള്ള ധ്യാനം. രണ്ടാമത്തേത് സഗുണധ്യാനത്തിൽ നമുക്ക് സമാധി ലഭിക്കാം. സമാധിയുടെ അവസ്ഥകൾ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. സാധാരണ മനുഷ്യർക്കും സഗുണധ്യാനം കിട്ടുന്നതാണ്. ഇഷ്ട വിഷയത്തിലും ഇഷ്ട വസ്തുവിലും ഇഷ്ടദേവതകളിലും. ഒരു കുഞ്ഞിൻ്റെ മുഖം നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ മുഖത്തിൻ്റെ നൈർമല്യവും നിഷ്കളങ്കതയൊക്കെ ഏറെ ആകർഷണീയമായിട്ട് തോന്നുമ്പോൾ നമ്മൾ ഏറെ നേരം ആ മുഖത്തിൽ ഇങ്ങനെ കണ്ണും നട്ടിരിക്കും, നോക്കിക്കൊണ്ടേയിരിക്കും. ശരിക്കും എന്താണോ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നത് അതിൽ നമുക്ക് നൈരന്തര്യം വളർത്തിയെടുക്കാൻ കഴിയും, കണ്ടിന്യൂവിറ്റി. പല ആളുകളും ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നതെന്ന്. ശ്രദ്ധയില്ലാതെ പോകാൻ കാരണം എന്താ? ഒരു അമ്മ വന്ന് പറയുന്നു, മക്കൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല എന്ന്. എന്നാൽ അമ്മയോട് തിരിച്ചു ചോദിച്ചു, അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കളിൽ, വിഷയങ്ങളിൽ, കാര്യങ്ങളിൽ അവർക്ക് ഏകാഗ്രതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഏകാഗ്രതയുണ്ട്. പഠിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് ഏകാഗ്രത ഇല്ലാതിരിക്കുന്നത്.
പഠിക്കുന്ന വിഷയം ഏകാഗ്രത വരുത്തണമെങ്കിൽ പഠിക്കുന്ന വിഷയത്തിന് ഒരു ആകർഷകത്വം ഉണ്ടായിരിക്കണം. അനാകർഷകമായിട്ട് ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടാം. അതുകൊണ്ട് ജീവിതത്തിനെ കൂടുതൽ ആകർഷണീയമാക്കുമ്പോൾ, കൂടുതൽ ആസ്വാദ്യകരമാക്കുമ്പോൾ നമുക്കും ജീവിതത്തിലെ ഏകാഗ്രത വർദ്ധിക്കും. ഏറെ നേരം നമുക്ക് ധ്യാനത്തെ നിലനിർത്താൻ കഴിയും. അത് ഏത് വിഷയത്തിലായാലും, നമ്മൾ എടുക്കുന്ന തൊഴിൽ രംഗത്തിലായാലും ഏതിലും നമുക്ക് ധ്യാനത്തെ കൊണ്ടുപോകാൻ കഴിയും. ധ്യാനം എന്ന് പറയുന്നത് കേവലം ഈശ്വരനെയോ ആത്മാവിനെയോ മാത്രമല്ല ധ്യാനിക്കേണ്ടത്. ധ്യാനം എല്ലാറ്റിലും നമുക്ക് ധ്യാനത്തെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ 2 തരം സാധനകളെ കുറിച്ച് പറയുന്നുണ്ട്. ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും. അതിൽ ബഹിരംഗ സാധന കഴിഞ്ഞിട്ടാണ് അന്തരംഗ സാധന വരുന്നത്. ധ്യാനം ഒരു അന്തരംഗ സാധനയാണ്. ഏതൊക്കെയാണ് അന്തരംഗ സാധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരണ, ധ്യാനം, സമാധി, ഇത് 3 സൂക്ഷ്മതലത്തിൽ നടക്കുന്നതാണ്, സൂക്ഷ്മ ശരീരത്തിൽ നടക്കുന്നതാണ്. ഇത് 3 ധ്യാനത്തെ അതുകൊണ്ട് നമുക്ക് പൊടുന്നനെ അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ കഴിയാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കും ബുദ്ധിമുട്ടുകൾ ഓരോന്നും മനസ്സിലാകുന്നത്. നമ്മൾ ഇതുവരെ ഇരുന്ന ഇരുത്തത്തിൽ നമുക്ക് നിവർന്നിരിക്കാൻ വലിയ പ്രയാസമാണ്. എന്തെന്ന് വെച്ചാൽ നിവർന്നിരിക്കുമ്പോൾ നമുക്ക് നടുവിൽ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ. നിവർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട് നിവർന്നിരിക്കുമ്പോൾ. എന്നാൽ അല്പം സ്ലൗച്ച് ചെയ്താലോ അപ്പം നമുക്ക് ആയാസത കുറയും, അനായാസത വരും. അപ്പം നമ്മൾ ജീവിതത്തിൽ അനായാസം എന്ന് പറയുന്ന ഇരുത്തത്തിൽ ഒരു താമസിക ഭാവത്തിൻ്റെ അധിനിവേശമുണ്ട്. നമ്മൾ അറിയുന്നില്ല അത്. തമസ് അവിടെ നമ്മളെ പിടികൂടിയിട്ടുണ്ട്. എവിടെ തമസ് നമ്മളെ ആക്രമിച്ച് സന്തോഷമുണ്ടാക്കുന്നുണ്ടോ അവിടെ നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കംഫർട്ട് സോണിലാണ് നമ്മൾ സുഖം കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ തമസ്സുണ്ട്. തമസ് നമ്മൾ കൃത്രിമമായിട്ടുള്ള സുഖം തരും. ദീർഘകാലത്തിൽ അത് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് നിവർന്നിരിക്കണം എന്ന് പറയുന്നുണ്ട്. ധ്യാനിക്കാനിരിക്കുമ്പോൾ നിവർന്നിരിക്കണം. അതൊക്കെ ഇതിൽ ഇന്ന് നിങ്ങൾക്ക് എടുത്തത് മുഴുവൻ അതായിരിക്കും അല്ലേ? അതിനുശേഷം ഇന്ന് വരുന്നത് 2 ശ്ലോകമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി അന്നവിചാരത്തെ കുറിച്ചിട്ടാണ്. അന്നവിചാരം ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അതിലുള്ള സംതൃപ്തി ഇപ്പോൾ കുറഞ്ഞാണ്, ഇപ്പോൾ കഴിച്ചതുകൊണ്ട്. 16-ാമത്തെ ശ്ലോകവും 17-ാമത്തെ ശ്ലോകവുമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന 2 ശ്ലോകങ്ങൾ. 16-ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. നാത്യസ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനസ്നതഃ ന ചാദി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ന അത്യസ്നതഃ തു യോഗഃ അസ്തി ന ച ഏകാന്തമനസ്നതഃ ന ച അതിസ്വപ്നശീലസ്യ ജാഗ്രതഃ ന ഏവ ച അർജുന എന്ന് നമുക്ക് പദച്ഛേദം ചെയ്യാം. അത്യസ്നത, അത്യസ്നത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെട്ടി വിഴുങ്ങുന്നവൻ, കഴിക്കുന്നവൻ, ഫുഡ് കഴിക്കുന്ന ഒരാളുണ്ടല്ലോ, ക്വാണ്ടിറ്റിയുടെ തലത്തിൽ.
ക്വാണ്ടിറ്റിയുടെ തലത്തിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരാളുണ്ട്, അധികം ഭക്ഷിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് യോഗഹന അസ്തി, അദ്ദേഹത്തിനാകട്ടെ യോഗം സംപ്രാപ്യമല്ല, യോഗം കിട്ടുന്നില്ല അധികം കഴിച്ച ഒരാൾക്ക്. അതുപോലെ ഏകാന്ത മനസ്നതഃ ച, അശേഷം തീർത്തും ഭക്ഷിക്കാതിരിക്കുന്ന, ഉപവസിക്കുന്ന ആളുകൾക്ക്, ഉപവസിക്കുക എന്ന് പറയുന്നതല്ല, സ്വയം പട്ടിണിക്കിടുക എന്ന് പറയുന്നതാണ് ശരി. കഴിക്കാതിരിക്കുന്ന ആൾക്കും യോഗാവസ്ഥ ലബ്ധമല്ല എന്ന് പറയാം, ലഭിക്കുന്നില്ല. അതിസ്വപ്നശീലസ്യ, കൂടുതൽ ഉറങ്ങുന്നവനും യോഗം ലഭ്യമല്ല. ജാഗ്രതഃ ച ന ഏവ, കൂടുതൽ ഉണർന്നിരിക്കുന്നവനും യോഗം ലഭ്യമല്ല. 4 കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. കൂടുതൽ ഭക്ഷിക്കുന്നവന് യോഗം ലഭ്യമല്ല, ഒന്നും കഴിക്കാതെ ജീവിക്കുന്നവനും ലഭ്യമല്ല. ഇനി കൂടുതൽ ഉറങ്ങുന്നവന് യോഗം ലഭ്യമല്ല, ഉറങ്ങാതിരിക്കുന്നവനും ലഭ്യമല്ല. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനിടയിൽ ഒരു മധ്യമ മാർഗമുണ്ട്. ആവശ്യത്തിന് കഴിക്കണം, ഒട്ടും കഴിക്കാതിരിക്കുകയും അരുത്, കൂടുതൽ കഴിക്കുകയും അരുത്. അത് മാത്രമല്ല, ഉറക്കത്തിൻ്റെ കാര്യത്തിലും ആവശ്യത്തിന് ഉറങ്ങണം, ഒട്ടും ഉറങ്ങാതിരിക്കരുത്, കൂടുതൽ ഉറങ്ങുകയും അരുത്. എന്തുകൊണ്ട് ഈ ഉപദേശം തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ അതിൻ്റെ ആന്തരികമായിട്ടുള്ള കുറേ അർത്ഥങ്ങളുണ്ട് അതിലൊക്കെ ഇരിക്കുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പോഷണമല്ലേ? പോഷണമാണ് ഭക്ഷണം. ഈ പോഷണം നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാൽ ഈ ഭക്ഷണത്തിന് തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിനുള്ള ശക്തിയുണ്ട്, നമ്മുടെ മനോഭാവത്തെ നിശ്ചയിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. ഭക്ഷണത്തിന് സ്ഥൂലമായ പോഷണങ്ങൾ മുതൽ സൂക്ഷ്മമായിട്ടുള്ള ചില ഘടകങ്ങൾ വരെ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ ചില വശങ്ങൾ നിർണയിക്കുന്നതിൽ ഈ ഭക്ഷണം സ്വാധീനം ചെലുത്തുന്നുണ്ട്. യാതൊന്ന് അധികമാണോ അത് ഹിംസിക്കുന്നു. ശതപഥ ബ്രാഹ്മണത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ, ആവശ്യമുള്ള അന്നം എത്രയോ അത് നമുക്ക് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ആവശ്യത്തിൽ കൂടിയാൽ ശിക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ അന്നം രക്ഷയ്ക്കായിട്ട് കഴിക്കുന്നത് ആവശ്യത്തിനാണ്, കൂടുതൽ കഴിക്കുന്നത് അത് ശിക്ഷയാണ്, ഹിംസയാണത്. ശരിക്കും അതിലൊരു വയലൻസ് ഇരിക്കുന്നുണ്ട്. കൂടുതൽ അന്നം കഴിക്കുന്നത് ഒരു വയലൻസാണ്. എന്താണ് ആ വയലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ ധർമ്മനിർവഹണത്തിന് അത് തടസ്സം നൽകുന്നുണ്ട്. എവിടെ ധർമ്മനിർവഹണത്തിന് വിഘ്നം ഉണ്ടാകുന്നുവോ അവിടെ ഹിംസ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആചാര്യസ്വാമികൾ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നത്, അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ തൃതീയമുദകസ്യ തു വായോഹോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥമവശേഷയേത്. അതായത് പകുതി ഭാഗം ഖരരൂപത്തിലുള്ള ഭക്ഷണം, വയറിൻ്റെ ആമാശയത്തിൻ്റെ പകുതി ഭാഗം ഖരരൂപത്തിലുള്ളത് കഴിക്കണം, സോളിഡ് ഫുഡ് കഴിക്കണം. കാൽഭാഗം ലിക്വിഡ് ആയിട്ടുള്ളത് കഴിക്കണം. കാൽഭാഗം വായു സഞ്ചാരത്തിനായിട്ട് വെറുതെ ഇടണം. അതാണ്
അർദ്ധം അശനസ്യ സവ്യഞ്ജനസ്യ തൃതീയം ഉദകസ്യ തു വായോഹോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷയേത്. നാലാമത്തെ ഭാഗം വായുവിൻ്റെ സഞ്ചരണത്തിനായിട്ട് വിട്ടേക്കണം. എന്നാൽ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മമാർ പറയും മൂക്കറ്റം കഴിച്ചിട്ട്. മൂക്കറ്റം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായി ആമാശയവും നിറഞ്ഞ് മൂക്ക് വരെ വന്നു എന്നാണ് ഭക്ഷണം കഴിച്ചിട്ട്. എന്നിട്ട് നെഞ്ചും തടവി നടക്കും അല്ലേ? വായുവിന് പോകാൻ സ്ഥലമില്ല. ഭക്ഷണത്തിൻ്റെ അളവ് കൂടുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടും. ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചാൽ ശരീരത്തിന് ലഘുത്വം അനുഭവപ്പെടും, ക്ഷീണം കുറയും. ഭക്ഷണ അളവ് കൂടിക്കഴിഞ്ഞാൽ ക്ഷീണം കൂടും. അതിൻ്റെ കാരണം നമ്മൾ ഖരരൂപത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാനായിട്ട് മുഴുവൻ പ്രാണനും അതിൻ്റെ ദഹന പ്രക്രിയയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു. മുഴുവൻ ഊർജവും ശരീരത്തിൻ്റെ ആമാശയത്തിൻ്റെ അടുത്തേക്ക് പോകും. അപ്പം മറ്റ് ശരീരഭാഗങ്ങളൊക്കെ തളർന്നു പോകും. നമുക്ക് ആമാശയത്തിലാണ് പ്രവർത്തനം മുഴുവനും. ആമാശയം ഒരു ആട്ടുകല്ലോ എന്ന് ഏതോ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആമാശയം ഒരു ആട്ടുകല്ലാണോ എന്ന്. പ്രവർത്തനം മുഴുവൻ ആമാശയത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ ഒരു വീട്ടിൻ്റെ അടുക്കള ഉണർന്നിരിക്കുന്നു. അങ്ങനെയല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ അടുക്കള പ്രത്യേകിച്ചും. അമ്മ വീട്ടിൽ നിന്ന് ആദ്യം എണീറ്റിട്ട് വരുന്നത് അടുക്കളയിലേക്കാണ്, അവസാനം ഇറങ്ങുന്നതും അടുക്കളയിൽ നിന്നാണ്. അല്ലെങ്കിൽ ആദ്യം അമ്മയോട് അച്ഛൻ ചോദിക്കുന്നത്, മക്കൾ ചോദിക്കുന്നത് ചായയാണ്. ചായ കുടിക്കണമെന്ന്. ചായ കുടിക്കാമോ? ആദ്യം ചായ ആദ്യം കുടിക്കേണ്ട ഒന്നാണ് ചായ. പക്ഷെ നമ്മളുടെ ശീലങ്ങൾ അങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഭക്ഷണകാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്നവിചാരമാണ്. അന്നം എന്താണ്? അന്നം എങ്ങനെ കഴിക്കണം? അന്നം എന്തിനാണ്? അന്നം എത്ര അളവ് വരെ കഴിക്കണം? അപ്പോൾ അന്നത്തിന് തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന അന്നമുണ്ടല്ലോ, ചിലർ മാംസഭക്ഷണം കഴിക്കുന്നവരുണ്ട്, സസ്യാഹാരം കഴിക്കുന്നവരുണ്ട്, ധാന്യങ്ങൾ കഴിക്കുന്നവരുണ്ട്, ചിലർ വേവിച്ച ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, വേവിക്കാത്തത് കഴിക്കുന്നവരുണ്ട്, നട്ട്സുകൾ കഴിക്കുന്നവരുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള പഴങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള മനുഷ്യരാണ്. ഓരോരുത്തരുടെയും രുചിഭേദങ്ങൾ വ്യത്യസ്തമല്ലേ? നിങ്ങളുടെ പച്ചക്കറിയൊക്കെ വെറുതെ അരിഞ്ഞ് തിന്നുന്ന ശീലം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകാം. ചിലർക്ക് അത് വളരെ വിരോധമുള്ളതാണ്. സാലഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് എന്തെങ്കിലും മസാല ഇട്ടിട്ട് തരും. സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഡ്രസ്സിങ് ഒഴിക്കാൻ ചിലർ പറയും. എന്തിനാ ഡ്രസ്സിങ് ഒഴിക്കുന്നത്? നമ്മളുടെ രസനയ്ക്ക് ഒരു സ്റ്റിമുലേഷൻ വേണം. സാധാരണ പച്ചക്കറികൾക്ക് സ്റ്റിമുലേഷൻ ഇല്ല. അതുകൊണ്ട് ഒരു സ്റ്റിമുലൻ്റ് എന്ന രീതിയിലാണ് ശരിക്കും ഡ്രസ്സിങ്ങുകൾ ചേർക്കുന്നത്. ഡ്രസ്സിങ്ങുകൾ പലതരത്തിൽ നമുക്കുണ്ടാക്കാം. നാച്ചുറലായിട്ടുള്ള ഡ്രസ്സിങ്ങുകളുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡ്രസ്സിങ്സുകളുണ്ട്. അപ്പോൾ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും രജോവർദ്ധകങ്ങളാണ്. എപ്പോഴൊക്കെ സ്റ്റിമുലൻ്റ്, നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ഉദ്ദീപിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ രജോവർദ്ധകങ്ങളാണ്. പഴകിയ ഭക്ഷണങ്ങളോ തമോവർദ്ധകങ്ങളാണ്. ഇപ്പം നമ്മൾ പായസത്തിൽ ശർക്കരയൊക്കെ വരുന്നുണ്ട്, ശർക്കര വരുന്നുണ്ട്, തേങ്ങാപ്പാൽ വരുന്നുണ്ട്. അതിൽ തമസ്സുണ്ട് കുറച്ച്. അത് നമ്മൾക്ക് എന്തുകൊണ്ട് തമസ് വരുന്നു എന്ന് ചോദിക്കും നിങ്ങൾ. അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ആമാശയം ശ്രമിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തമസ് കയറി വരികയും ആമാശയത്തിൽ രജസ് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം നമ്മൾക്ക് ശരീരാവയവങ്ങളിലേക്ക് തമസ് ബാധിച്ചു. അതുകൊണ്ട് ഡൈജഷന് ഏറ്റവും ശക്തി ആവശ്യമുള്ളിടത്ത് തമസ് ബാധിക്കും നമ്മളെ. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഡൈജസ്റ്റഡ് ആകുന്ന ഭക്ഷണമാണ് സാത്വികരായവർക്ക് നല്ലത്. താമസിക ഭക്ഷണം ആർക്കെങ്കിലും നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്താൽ എന്തുണ്ടാകും? രജസ് ഉൽപ്പാദിപ്പിക്കും.
രജസ് തമസിനെ ലംഘിക്കും. അതിലൂടെ നമുക്ക് മറികടക്കാൻ പറ്റും. ഇവ രജസിനെയും കുറിച്ച് തമസിനെയും കുറിച്ച് പറയുകയാണ്. ഭഗവത്ഗീതയിൽ തന്നെ എന്താണ് രജോ ഗുണം, എന്താണ് തമോ ഗുണം, എന്താണ് സത്വഗുണം. ചില ആളുകൾക്ക് ഭക്ഷണത്തെ അത്തരത്തിൽ നമുക്ക് നിർണയിക്കാൻ പറ്റില്ല. ഇന്ന ഭക്ഷണം സത്വഗുണമുള്ളതാണ്, ഇന്ന ഭക്ഷണം രജോ ഗുണമുള്ളതാണ് എന്ന് ഏതെങ്കിലും ഭക്ഷണം എടുത്ത് നിർണയിക്കാൻ പറ്റില്ല. എന്നാൽ സാത്വികരായിട്ടുള്ള മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഭഗവത്ഗീത ഒരു ജനറൽ അനാലിസിസ് നടത്തുന്നുണ്ട്. അതൊരു ജനറൽ അനാലിസിസാണ്. അത് ഏത് മനുഷ്യനെയും നമുക്ക് അങ്ങനെ പരിശോധിച്ച് നോക്കാം. ഇന്ന് കഴിച്ച ഭക്ഷണം നല്ലതായിരുന്നു അല്ലേ? ശരിക്കും സാത്വികമായിരുന്നില്ലേ? അതെ, സാത്വികമായിരുന്നു എന്ന് പറയാം. ഇതിൻ്റെ എരിവ് കുറവാണ്, പുളി കുറവാണ്, അച്ചാറില്ല എന്ന് ചിലർ പരാതി പറയും. എന്തുകൊണ്ട്? അത് രാജസിക പ്രിയരാണ്, അവർ രാജസികന്മാരാണ്. ഇത്തിരി അച്ചാറ് വേണമെന്ന് പറയും. തമസ്സും അച്ചാറിൻ്റെ ഭാഗമാണ്, അത് പഴകിയ ഭക്ഷണമാണത്. അപ്പം അതുകൊണ്ട് അച്ചാറ് ഇല്ല. ചിലർക്ക് അച്ചാറ് നക്കി തിന്നാലാണ് സുഖം ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മളിലിരിക്കുന്ന രജസിൻ്റെയും തമസിൻ്റെയും ആധിക്യം കൊണ്ടാണ് അതിന് രുചിയേറുന്നത്. സാത്വികമായ ഭക്ഷണത്തിൽ ഇതെല്ലാം വളരെ കുറവായിരിക്കും. എരിവ്, പുളി, അതുപോലെ പഴക്കം കുറഞ്ഞിരിക്കും, തീക്ഷ്ണത കുറഞ്ഞിരിക്കും. ഇതൊക്കെ സാത്വിക ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ്. 17-ാമത്തെ അധ്യായത്തിൽ 8, 9, 10 ഈ 3 ശ്ലോകങ്ങൾ നിങ്ങൾ പഠിക്കണം, നല്ലവണ്ണം പഠിക്കണം. അത് എന്താണ് സാത്വിക ഭക്ഷണം എന്ന് പറയുകയാണ്. ആയുസ് സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാരാ സാത്വികപ്രിയാഹ. ആർക്ക് ഈ സാത്വികപ്രിയന്മാരുടെ ഇഷ്ടഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുസ്, അതുപോലെ ആന്തരിക ബലം, സത്വബലം, ആരോഗ്യം, സുഖം, പ്രീതി, ഇതിനെ വർദ്ധിപ്പിക്കുന്നതും സ്വാദുള്ളതും, രസ്യാഹ സ്നിഗ്ധാഹ കൊഴുപ്പുള്ളതും മെഴുമെഴുപ്പുള്ളതും, സ്ഥിരാഹ സ്ഥായിയായ പോഷണമുള്ളതും, ഹൃദ്യാഹ ഹൃദയത്തിന് എന്നുവെച്ചാൽ മനസ്സിന് സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് സാത്വികന്മാർ ഇഷ്ടപ്പെടുന്നത്. ആ സാത്വികന്മാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ സ്വാദുള്ളതാണ്, അല്പം സ്നിഗ്ധതയുള്ള നെയ്യ് ചേർത്ത ഭക്ഷണങ്ങളൊക്കെ സ്നിഗ്ധതയുള്ളതാണ്. സ്ഥിര എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നതാണ്. പെട്ടെന്ന് സന്തോഷം നൽകുന്നതല്ല, കാലക്രമത്തിൽ അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ആ ആഹാര രീതിയും ആ ഭക്ഷണമൊക്കെ. ഹൃദ്യാഹ മാത്രമല്ല ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്. സാത്വികന്മാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ബലം, സത്വബലം നൽകുന്നതാണ്. മനസ്സിന് കൂടുതൽ ആരോഗ്യം നൽകുന്നതാണ്. മനസ്സിന് ബലം നൽകുന്നതാണ്, ആരോഗ്യം നൽകുന്നതാണ്, രോഗാവസ്ഥയിൽ നിന്നും മുക്തി നൽകുന്നതാണ്. സുഖം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം, കഴിച്ചു സുഖം. ചില ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് പറയും കഴിക്കണ്ടായിരുന്നു എന്ന്, കഴിച്ചിട്ട് പശ്ചാത്തപിക്കും. എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകാമെന്ന് പറയും. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നും. എന്നിട്ട് പറയും വേണ്ടായിരുന്നു എന്ന്. കഴിച്ചതിന് ശേഷം പറയുന്നതാണ് വേണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ്? നമുക്ക് കഴിക്കുന്ന സമയത്ത് കൂടുതൽ കഴിക്കണമെന്ന് തോന്നും. കഴിക്കുന്ന സമയത്ത് രുചി കൂടുതലുള്ളത് പോലെ തോന്നും. കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ അത് സംഭ്രമം ഉണ്ടാക്കും, പ്രയാസമുണ്ടാക്കും. അത് അത്തരം ഫുഡുകൾ ഒരിക്കലും സാത്വികന്മാർക്ക് ചേരുന്നതല്ല. കഴിച്ചു കഴിയുമ്പോഴാണ് സുഖം വരേണ്ടത്. കഴിച്ചു കഴിയുമ്പോൾ, കഴിക്കുന്ന നേരത്ത് വലിയ സുഖമൊന്നും ഉണ്ടായില്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാരമില്ലായ്മ, ആ ഭാരക്കുറവ് നമ്മുടെ ഭക്ഷണത്തിനുണ്ടായിരിക്കണം. അതുകൊണ്ട് സാത്വികന്മാർക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് പഴവർഗ്ഗങ്ങളാണ്, ഫ്രൂട്ട്സാണ്.
ലഘുത്വം വളരെ കൂടുതലാണ്. അത് ജ്യൂസിയാണ് കൂടുതലും, അതിൽ നീരുകളാണ് കൂടുതലുള്ളത്. അത് നല്ലതായിരിക്കും. ഇലക്കറികൾ നല്ലതാണ്, വെജിറ്റബിൾസ് നല്ലതാണ്. പക്ഷേ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ മാംസഭക്ഷണം കഴിക്കുമ്പോൾ. മാംസഭക്ഷണം കഴിക്കുമ്പോൾ 6 മണിക്കൂറിലധികം അതിൻ്റെ ഡൈജഷൻ ആവശ്യമുണ്ട്. പക്ഷേ ഒരു പഴം കഴിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ ഡൈജസ്റ്റഡ് ആകും. അതുകൊണ്ട് നമുക്ക് ബാക്കി സമയമൊക്കെ ഉന്മേഷം ഉണ്ടായിരിക്കുന്നല്ല. ആ ഡൈജഷൻ എടുക്കുന്ന 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിനുള്ളിൽ ആ ഫുഡ് ഡൈജസ്റ്റഡ് ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഊർജം നമുക്ക് എത്രയോ സമയം ലഭിക്കുന്നു. അത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള സാധനാ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു നേരം നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ടതാണ്, ലഘുത്വം ഉണ്ടാക്കാനായിട്ട്, തമസിനെ കുറയ്ക്കാനായിട്ട്. രജോഗുണശാലികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എങ്ങനെയുള്ളതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖഡ്വംള ലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷ വിദാഹിന ആഹാര രാജസ്യശ്രേഷ്ഠ ദുഃഖശോകാമയപ്രദാഹ. കയ്പ്, പുളി, ഉപ്പ്, അതിയായ ചൂട്, എരിവ്, അതുപോലെ രൂക്ഷം, വരണ്ടിരിക്കുന്നത്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ, വിദാഹിനഹ, ഇത് രാജസന്മാർക്ക് വളരെ ഇഷ്ടങ്ങളാണ്. ഈ ഭക്ഷണമൊക്കെ ദുഃഖവും ശോകവും രോഗവും ഉണ്ടാക്കുന്നതാണ്. ദുഃഖ ശോക ആമയപ്രദാഹ, ആമയം എന്ന് പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ കയ്പ് വന്നാൽ, ലവണം വന്നാൽ, പുളി വന്നാൽ, ചൂട് വന്നാൽ, എരിവ് വന്നാൽ, അപ്പോൾ ഈ കേരളീയരുടെ ഭക്ഷണം കഴിക്കാനായിട്ട് വിദേശീയർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് ഇവിടുത്തെ ഭക്ഷണം സ്പൈസി ആണെന്നാണ്. ഈ സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം എരിവ് ചേർക്കും. നമ്മളുടെ ഭക്ഷണ രീതികളിൽ ഏറ്റവും പ്രധാനം ഈ ചുമന്ന മുളകുണ്ടല്ലോ, ഉണക്കമുളക്, അത് അരച്ച് ചേർത്തോ അതല്ലെങ്കിൽ അതിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ്. പാശ്ചാത്യർ ഒരിക്കലും അത്തരം മുളകൊന്നും ചേർക്കില്ല. മുളക് തന്നെ അവർ ചേർക്കില്ല. അവരുടെ ഭക്ഷണം നമ്മളെക്കാളും സാത്വികമാണ്. അവർക്ക് സാത്വിക വിചാരമൊന്നുമില്ല, പക്ഷെ സാത്വികരാണ് അവർ. ഇങ്ങനെ ഫിലോസഫി ഒന്നും അവർക്കില്ല. പക്ഷെ അവർ കഴിക്കുമ്പോൾ ഈ കൂടുതൽ സ്പൈസി ഒന്നും അല്ലാത്ത ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. നമ്മളെക്കാളും ഹെൽത്തി ഫുഡാണ്. ധാരാളം വെജിറ്റബിൾസ് കഴിക്കും. അതായത് നമ്മുടെ സാലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്യാരറ്റും ഒരു കഷ്ണം കുക്കുംബറും പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് തക്കാളി കഷ്ണം ഒരെണ്ണിടും. ഇതാണ് നമ്മുടെ സാലഡ് എന്ന് പറയുന്നത്. എന്നാൽ പാശ്ചാത്യരുടെ സാലഡ് എന്ന് പറയുന്നത് അതിൽ ഇല ധാരാളം ഉണ്ടായിരിക്കും. ലെറ്റസ് എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. അത് ഇലയിൽ ആ ഇല വെച്ചിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ ചേർത്ത് എല്ലാം കൂടിയുള്ള നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണമാണ് സാലഡ് എന്ന് പറയുന്നത്. അത് വലിയൊരു പ്ലേറ്റ് നിറച്ച കഴിക്കുക. നമ്മൾ ആ നേരത്ത് കാലത്ത് വേവിച്ച് വെച്ച ചോറ് വൈകുന്നേരം എടുത്ത് ചൂടാക്കിയിട്ട് വീണ്ടും കഴിക്കും, അല്ലേ? അപ്പോൾ അത്രമാത്രം അതിൽ താമസ ഗുണമുണ്ട്, ആമയം ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാജസന്മാർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ആഹാരങ്ങൾ ആരോഗ്യപരമായിട്ട് സാത്വികർക്ക് വളരെ ദോഷമാണ്. സാത്വികനായ ഒരാൾ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സാത്വിക താല്പര്യങ്ങളുള്ള ഒരാൾ ബോധപൂർവം അത് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരുപാട് എരിവ്, ഒരുപാട് പുളി, പഴകിയത്, വളിച്ചത് ഒക്കെ, പുളിച്ചത്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒഴിവാക്കേണ്ടതാണ്. ഒരു കാലത്ത് നമുക്ക് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വേറെ കാര്യമുണ്ടോ? 10-25 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ലഭ്യത വളരെ കുറവായിരുന്നു. ഇന്ന് ലഭ്യത വളരെ കൂടിയിട്ടുണ്ട്, ആധിക്യമാണ് ഭക്ഷണത്തിൻ്റെ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിനെ ലഘൂകരിക്കാനായിട്ട് അതിനെ ജിമ്മുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇവിടെ ധാരാളം ജിമ്മുകളാണെന്ന് വന്നിട്ടുള്ളത്. മുമ്പത്തെക്കാളും പണ്ട് ചായക്കടകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചായക്കടകളിൽ പോയിട്ട് ജിമ്മുകളാണ്, ധാരാളം ജിമ്മുകളുണ്ട്. എന്തിനാ? കഴിച്ചു കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട്, വർക്കൗട്ട് ചെയ്ത് തീർക്കണതല്ല അത്. അല്ലെങ്കിൽ ഇത്
ശരീരത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് 5 മണിക്ക് ജിമ്മിന് പോയിട്ട് 8 മണിക്ക് തിരിച്ചു വരുന്നവർ വർക്കൗട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് വീണ്ടും കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. ഇതാണ് നമ്മളുടെ കൾച്ചർ. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. ഇനി താമസന്മാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചിട്ടും പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. യാതയാമം ഗദരസം പൂതിപരിഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. യാതയാമം ഉണ്ടാക്കിയിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫ്രഷ്നെസ് പോയി. വേവിച്ചതിൻ്റെയാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ സാധാരണ പഴങ്ങൾ പറിച്ച് വെച്ചൊന്നല്ല, വേവിച്ച ഭക്ഷണം വേവിച്ച് ഇറക്കി വെച്ച് 3 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് പോയത്. അപ്പം അതിനുള്ളിൽ കഴിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇന്നൊന്നും അത് പറ്റുന്നില്ല എന്ന് പറയും. കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. തൊഴിൽ മേഖലയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ രാവിലെ ഉണ്ടാക്കി ഒരു ഭാഗം എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് പാത്രത്തിലാക്കി കൊണ്ടുപോകും. തിരിച്ചു വന്നിട്ട് ഇതെടുത്തിട്ട് മൈക്രോവേവ് അവനിൽ വെച്ച് ചൂടാക്കുന്നു, അത് കഴിക്കുന്നു. ഇത് കേരളീയർ മാത്രമല്ല കേട്ടോ, ലോകത്തെല്ലായിടത്തും ഉള്ള ഒരു ടെൻഡൻസിയാണ്. ഈ മൈക്രോവേവ് അവൻ എന്ന് പറയുന്നത് ഇന്നത്തെ വലിയ ഒരു ദോഷമാണ് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ കൺവീനിയൻസിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് സൗകര്യം അത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ കാലക്രമത്തിൽ നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും ഫ്രഷ് ഭക്ഷണം കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തെങ്കിലും ചുട്ടെടുത്ത് കഴിച്ചാൽ അത് നല്ലത്, വളരെ നല്ലതാണത്. ഗതരസം, സ്വാദ് പോയത്, പഴകിയാലല്ലേ സ്വാദ് പോകുന്നത്, അതും കഴിക്കരുത്. പൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്നത്, ദുർഗന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിക്കരുത്. പിന്നെ ഇപ്പോൾ ബ്രെഡ് വാങ്ങിച്ചു, നമ്മൾ ബ്രെഡ് വാങ്ങിച്ച് 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അതും പൂപ്പൽ വരും. എന്നാലും ബ്രെഡ് എടുത്തിച്ച് കഴിക്കരുത്. എങ്ങനെ കളയാൻ കഴിയാം? എന്താ വില? 60 രൂപ 70 രൂപയ്ക്ക് ഒരു ബ്രെഡ് വാങ്ങിച്ചതാ, 2 കഷ്ണം എടുത്തുള്ളൂ, ബാക്കിയിലിരിക്കുക, അത് കളയാമോ എന്ന് ചോദിക്കും. അപ്പോൾ കളയില്ല. ആ പൂപ്പലൊക്കെ തട്ടിക്കളഞ്ഞെടുത്തിട്ട് കഴിക്കും. അത് കളയണം എന്നുള്ളതാണ്. പഴകിയത് കഴിക്കരുത്. പരിഷിതം ചെയ്യത്, പരിഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു ദിവസം കഴിഞ്ഞു, ഒരു രാത്രി മുഴുവനും കഴിഞ്ഞു, പിറ്റേ ദിവസം അതിനൊരു പുളിപ്പും എന്താണ് പറയുക, വളിച്ച മണവും ഒക്കെ ഉണ്ടാവും. അത് എന്നാലും കഴിക്കും. പലരും പറയുന്നത് ഒരു രാത്രി കഴിഞ്ഞ് ചാള കഴിച്ചാൽ ഭയങ്കര രസമാണെന്നാണ്. അങ്ങനെ കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ സാത്വികരായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത്, ലോകത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. സാത്വികരായവരത് ഉപേക്ഷിക്കുന്നവരാണ്. അത്തരം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കുന്നതാണ്. ഉച്ഛിഷ്ടം, ആരെങ്കിലും കഴിച്ച് ബാക്കി വെച്ചത് കഴിക്കരുത്. അതൊക്കെ താമസന്മാർക്ക് ഇഷ്ടമാണ്. നമ്മൾ പഴഞ്ചോറ് കഴിക്കുന്നത് ഇഷ്ടമല്ലേ? താമസപ്രിയന്മാർക്ക് ഇഷ്ടമാണ് പഴഞ്ചോറ് കഴിക്കുന്നത്. പഴഞ്ചോറ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നുണ്ട് അതിൽ നമ്മുടെ ഗട്ട്സിനെ നന്നാക്കുന്ന ബാക്ടീരിയ അതിലുണ്ടെന്നൊക്കെ, തൈരൊഴിച്ച് കഴിക്കണം എന്നൊക്കെ. അതിന് ഹെൽത്തി ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷെ സാത്വിക ഭാവത്തിൽ നോക്കുമ്പോൾ അത് ഗുണകരമല്ല. അത് തമോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? പഴകിയതും തണുത്തതുമായിട്ടുള്ള ഭക്ഷണമാണ്. അതിൽ ബാക്ടീരിയ ഗട്ട്സിനൊക്കെ സഹായിക്കാം. പക്ഷെ നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കാലക്രമത്തിൽ തമോ ഗുണം ബാധിക്കും നമ്മളെ. അതുകൊണ്ട് ഉച്ഛിഷ്ടം മാത്രമല്ല, പരിഷിതവും കളയണം. അമേധ്യം അമേധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേധിക്കാൻ കൊള്ളാത്തത്, യജ്ഞത്തിന് കൊള്ളാത്തത്, അശുദ്ധമായതെന്ന് അർത്ഥമുള്ളൂ. അശുദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇത് താമസന്മാർക്ക് പ്രിയമായിട്ടുള്ള ഭക്ഷണമാണ്. ഇത്തരത്തിൽ സാത്വികം, രാജസം, താമസം 3 തരത്തിലുള്ള പ്രിയങ്ങൾ, ശ്രദ്ധകൾ ഓരോരുത്തർക്കുണ്ട്. അതനുസരിച്ച് അവരുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ സാത്വികനായ ഒരാൾ എന്ത് കഴിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക പോയിട്ട്. ആ സാത്വികനായ ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സാത്വികത ഉണ്ടായിരിക്കും, അത് ആരോഗ്യപരമായിട്ട് വളരെ നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അധികം കഴിക്കുക, തീരെ കഴിക്കാതിരിക്കുക, ഈ 2
ശീലങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധനകളിൽ പഴയ കാലം മുതൽ തന്നെയുണ്ട്. ഒരുപാട് ഉപവസിക്കുന്നതിലൂടെ, സാധനകളിലൂടെ നമുക്ക് സത്വശുദ്ധി ഉണ്ടാകുമെന്നും ആന്തരിക ശുദ്ധി ഉണ്ടാകുമെന്നും ചിത്തശുദ്ധി ഉണ്ടാകുമെന്നും ശരീരത്തിലിരിക്കുന്ന കൽമഷങ്ങളും പാപങ്ങളും കഴുകിക്കളയപ്പെടുമെന്നൊക്കെ ഒരു ധാരണയുണ്ട്. പല ആളുകളും കരുതുന്നത് പോലെ ഭക്ഷണം പാടെ ഉപേക്ഷിച്ചാൽ ഈ ശരീരം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകില്ല. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഭക്ഷണം ഉപേക്ഷിച്ച് പട്ടിണി കിടന്നിട്ടൊരു കാര്യമില്ല. നമുക്കറിയാം, ബുദ്ധൻ്റെ കഥ എടുക്കാലോ. ശ്രീബുദ്ധൻ സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നപ്പോൾ കൊട്ടാരം വിട്ട് ഒരു പരിവ്രാജകനായിട്ട് ഇങ്ങനെ അലഞ്ഞു നടന്നു. അതിനുശേഷം തീവ്ര തപസ്സിലേക്ക് വന്നു, എല്ലും തോലുമായി ഭക്ഷണം കഴിക്കാതെ. എന്നിട്ടും ബോധോദയമുണ്ടായില്ല ബുദ്ധന്. അവസാനം ഒരു മരത്തണലിൽ ഇരിക്കുമ്പോൾ സുജാത എന്ന് പറയുന്നൊരു ആട്ടിടയ ബാലിക ഒരു കപ്പ് പായസം കൊണ്ടു കൊടുത്തു. അത് കഴിച്ചപ്പോൾ വല്ലാത്ത ഒരു സുഖമുണ്ടായി. ആ സുഖം കിട്ടിയപ്പോൾ അദ്ദേഹം അവിടെ സ്വസ്ഥതയോടു കൂടിയിട്ടിരുന്ന്, അന്ന് രാത്രിയിലൊരു പൂർണിമയായിരുന്നു, അന്ന് ബുദ്ധന് ബോധോദയം ഉണ്ടായി എന്ന് പറയുന്നത്. അതായത് തീവ്രതയിൽ നിന്ന് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകാതെ തീവ്രമായിട്ട് നമ്മൾ ശരീരത്തെ പീഡിപ്പിക്കാതിരിക്കുക. ഒരു കാലത്തും ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു ധാരണയുണ്ട്, ഈ ശരീരം എൻ്റേതാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ശരീരത്തെ ചെയ്യാമെന്ന്. അതൊരു അഹങ്കാരമാണ്. കാരണം ശരീരം നമ്മുടേതല്ല, ശരീരം പ്രകൃതിയുടേതാണ്. അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ജീവിക്കാൻ പാടുള്ളൂ. നമ്മളുടെ ശരീരമല്ല, അത് നമ്മൾ വെറുതെ അവകാശപ്പെടുന്നതാണ്, ക്ലെയിം ചെയ്യുന്നതാണ്. അഹങ്കാരം കൊണ്ട് ക്ലെയിം ചെയ്യുന്നതാണ് ഈ ശരീരം എൻ്റേതാണെന്ന്. എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യാനും എനിക്ക് അധികാരമുണ്ട് എന്നുള്ളൊരു ധാർഷ്ട്യമാണ്. ശരീരം എൻ്റേതല്ല, എൻ്റേതാണെന്ന് ഞാൻ അഭിമാനിക്കുന്നതാണ്. ആ അഭിമാനം അഹങ്കാരത്തിൻ്റെതാണ്, അജ്ഞാനത്തിൻ്റെതാണ്. എല്ലാ എൻ്റേതുകളും എൻ്റേതല്ല, അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടതാണ്. അതുകൊണ്ട് ശരീരത്തെ പ്രകൃതി എങ്ങനെയാണോ ഒരു വസ്തുവിനെ സംരക്ഷിക്കുന്നത്, അതുപോലെ പ്രകൃതിക്കിണങ്ങുന്ന വിധത്തിൽ ജീവിക്കാൻ അനുവദിക്കുക. അവിടെയാണ് അതിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി സാത്വികമാണെങ്കിൽ ആ സാത്വികമായ ഭാവത്തിലേക്ക് വിട്ടുകൊടുക്കുക. ശരീരം അതിൻ്റെ സ്വാഭാവികമായ ഗതിയിലൂടെ ഒഴുകുന്നതായിരിക്കും. അപ്പോൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ഒരു വശം, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അതുകൂടാതെ സാത്വികമാണോ, ഞാൻ എൻ്റെ പ്രകൃതി സാത്വികമാണോ അല്ലെങ്കിൽ രാജസമാണോ താമസമാണോ, ഇത് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. നിങ്ങളുടെ രുചിഭേദങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഒരു സെൽഫ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട്. ഏത് രുചികളോടാണ് നമുക്ക് പ്രിയം എങ്കിൽ ആ പ്രിയത്തിൽ നിന്ന് എഴുതി വെക്കണല്ലാതും പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എരിവ് കൂടുതൽ ചേർത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവുണ്ടോ? എരിവ് കുറയ്ക്കുമ്പോഴാണ് സന്തോഷം? എരിവ് തീരില്ലാത്തതാണോ സന്തോഷം? നമ്മൾ ഒരു സെൽഫ് അനാലിസിസ് നടത്തി നോക്കണം. ഇത് സ്വയം നമ്മളെ അപഗ്രഥിക്കാനുള്ളൊരു വഴിയാണ്. പറയണം കേട്ടോ, സമയമാകുമ്പോൾ എൻ്റെ കയ്യിൽ വാച്ചൊന്നുമില്ല, എനിക്ക് 3:15 വരെ എടുക്കാം. സ്വാമിജി ആയതുകൊണ്ട് സ്വാമിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 3:15 വരെ എടുക്കാമെന്ന്. കാരണം ഞങ്ങൾ വെച്ച് മാറിയതാ, അടുത്തതാണ് എൻ്റെ സമയമായിരുന്നത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അതിങ്ങനെ മാറിയതാ. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കരുത് നിങ്ങൾ. ചില ആളുകൾക്ക് പാപബോധം വളരെ കൂടുതലാണ്. ഒരു ദിവസം നമ്മൾ ഒരു ദിവസം പ്രശ്നമില്ല, 2 ദിവസവും പ്രശ്നമൊന്നുമില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ. പക്ഷെ കൂടുതൽ ദിവസങ്ങളിലേക്ക് ഉപവസിക്കരുത്, ദീർഘകാലത്തേക്ക് ഉപവസിക്കരുത് ഒരിക്കലും. ഉപനിഷത്തിൽ, ചാന്തോഗ്യ ഉപനിഷത്തിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരച്ഛൻ മകനെ ഒരു കാര്യം പഠിപ്പിക്കാനാണത്. ഉദാലകൻ എന്ന അച്ഛൻ മകനായ ശ്വേതകേതുവിനോട് പറഞ്ഞു, ഒരു പൂർണ്ണ പുരുഷൻ എന്ന് പറയുന്നത് 16 കലകളോട്, പുരുഷൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 16 കലകളോട് കൂടിയതാണ്. അതുകൊണ്ട്
15 ദിവസം നീ ഭക്ഷണം കഴിക്കാതെ വരാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ പരീക്ഷണത്തിന് മുതിർന്ന് മകൻ 15 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു. 15ാമത്തെ ദിവസം അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛ, 15 ദിവസം ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ചു. അപ്പം അച്ഛൻ ചോദിച്ചു, ഇനി നിനക്ക് ഋക്ക്, യജസ്, സാമം ഈ മന്ത്രങ്ങൾ നീ ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല അച്ഛ എന്ന്. ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് തിരിച്ചവൻ വന്നു. ശ്വേതകേതു വന്നപ്പോ അച്ഛനോട് പറഞ്ഞു, എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വരുന്നുണ്ട് അച്ഛ, എല്ലാ മന്ത്രങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, 15 ദിവസം നീ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ നിന്നിലെ ഒരു കല മാത്രമേ അവശേഷിച്ചുള്ളൂ. ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലുള്ള ചെറിയൊരു കനല് ചാരത്തിൽ പൂണ്ടുകിടക്കുന്ന അവസ്ഥയിൽ ആ കനലിനെ ഊതി ഊതി അതിൽ ഉണക്കപ്പുല്ലുകൾ വെച്ച് കത്തിച്ച് കത്തിച്ച് അതിനെ ഒരു അഗ്നിജാലയാക്കാൻ പറ്റുന്നത് പോലെ നിന്നിലെ 16ാമത്തെ കല അണയുന്നതിന് മുമ്പ് നീ ഭക്ഷണം കഴിച്ചത് കൊണ്ട് നീ നശിക്കാതെ നിനക്ക് ഓർമ്മകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് മകനെ. അതുകൊണ്ട് അന്നത്തിൽ നിന്നാണ് മനസ്സ് രൂപാന്തരപ്പെടുന്നത് എന്ന് ശ്വേതകേതുവിനോട് ഉദാലക മഹർഷി ചാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. തൈത്തിരിയോപനിഷത്തില് അന്നം ബ്രഹ്മേതി വചാനാത് അന്നാദ്ധ്യേവ ഖല്ലിമാനി ഭൂതാനി ജായന്ത്. അന്നത്തിൽ നിന്നാണ്, അന്നം തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രാണമാകുന്നുണ്ട്, മനസ്സാകുന്നുണ്ട്, വിജ്ഞാനമാകുന്നുണ്ട്, ആനന്ദമാകുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ദൈവം ഈശ്വരൻ എന്ന് പറയുന്നത് അന്നം തന്നെയാണ്. അന്നത്തെ നിഷേധിച്ചാൽ നമുക്ക് ഒരർത്ഥത്തിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അന്നത്തിലാണ്. അന്നത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, അന്നത്തിലേക്കാണ് മടങ്ങുന്നത്, അന്നത്തിൽ നിന്ന് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ അധികം മനസ്സിലാക്കിയിട്ടുള്ള ഋഷികൾ നമ്മളോട് പറയുന്നു, ഭക്ഷണം ഒട്ടും ഉപേക്ഷിക്കാൻ പാടില്ല, എന്നാൽ ആവശ്യത്തിന് കഴിക്കണം, അധികം കഴിക്കുകയും അരുത്. ഇതുപോലെയാണ് ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും കാര്യത്തിൽ. ഒരുപാട് ഉറങ്ങുന്നവനിൽ താമസ ഗുണം വളരെ അധികമായിരിക്കും. ഒട്ടും ഉറങ്ങാത്തവനിലും രജോ ഗുണം വർദ്ധിക്കും, ഉറക്കമില്ലാത്തത് കൊണ്ട്. ഉറക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ക്രിമിനൽ കേസിൽ അകത്തായിട്ടുള്ള ഒരാളെ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ മുളക് പുരട്ടിയിട്ട് ഉറക്കില്ല, അവരെ ഉറക്കാതിരിക്കും. എന്നിട്ട് 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ തത്ത പറയുന്നത് പോലെ അവൻ പറയും. അതാണ് ശിക്ഷാവിധികളൊക്കെ. എന്താ വെച്ചാൽ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന് ഉറക്കത്തിൻ്റെ സുഖം അറിയാൻ പറ്റും. ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഉറങ്ങാന്ന് പറയുന്നത് തന്നെയാണ്, അല്ലേ? മനുഷ്യർ പറയുന്നത് സുഖമായി ഉറങ്ങി എന്നാണ്. നമ്മൾ ക്ഷീണിതരായിട്ട് വരുമ്പോൾ നമുക്ക് ഉറങ്ങണം എന്നുള്ള ആഗ്രഹം തീവ്രമായിരിക്കും. പക്ഷേ ഒരുപാട് ഉറങ്ങിയാൽ നമുക്കറിയാം മനസ്സിനെ തമസ് ബാധിക്കും, നമ്മുടെ ഉത്സാഹങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ വരും. അത് ഹൃദ്രോഗമുണ്ടാക്കാം, അത് ഒബീസിറ്റി ഉണ്ടാകാം. ഒരുപാട് ഉറങ്ങുന്നവർക്ക് ഒബീസിറ്റി ഉണ്ടാകാം. നിങ്ങൾ ആലോചിക്കണം, നല്ല ഒബീസായിട്ടുള്ള ആളുകൾക്ക് ഉറക്കം കൂടുതലാണ്, അല്ലേ? നല്ല തടിയുള്ള ആളുകൾക്ക് ഉറക്കം കൂടുതലാണ്. അപ്പോൾ തമസാണ് അതിൻ്റെ കാരണം. എന്നാൽ ഒട്ടും ഉറങ്ങാതിരിക്കുന്നവർക്കും പ്രശ്നമുണ്ട്. അവർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവർക്ക് അസിഡിറ്റി ഉണ്ടാകാം. രാത്രി ഉറങ്ങാതിരുന്ന് നോക്കൂ, പിറ്റേ ദിവസം അസിഡിറ്റി ഉണ്ടാകും നിങ്ങൾക്ക് ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ. ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടാകുന്നുണ്ട്. അത്തരം ഒരു വ്യക്തിക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനയോഗമാണ് ഈ വിഷയം. ധ്യാനയോഗത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഫീൽ ചെയ്യേണ്ടത് ലൈറ്റ്നെസ് ഓഫ് ബോഡിയാണ്, ലൈറ്റ്നെസ് ഓഫ് മൈൻഡും.
ഈ ലൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഭഗവത്ഗീത എന്നൊരു ദാർശനിക ഗ്രന്ഥത്തിൽ ഇത്തരം വിഷയങ്ങളും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ബേസിക് ലെസനാണ്. ഒരുപാട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളായിട്ടുള്ള അത്യാവശ്യത്തിന് ഉറങ്ങാം. എത്ര നേരം ഉറങ്ങണം എന്ന് ചോദിക്കും. എത്ര മണിക്കൂർ ഉറങ്ങണം? നമ്മൾ സാധാരണ എത്ര മണിക്കൂർ ഉറങ്ങേണ്ടത്? 6 മണിക്കൂർ. എന്നാൽ അങ്ങനെയല്ല ഭഗവത്ഗീത പറയുന്നത്. ഓരോ പ്രകൃതിക്കും അനുസരിച്ച് ഓരോരുത്തരുടെ ഉറക്കം വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത ഉറക്കങ്ങളാണ്. എല്ലാവർക്കും ഒരേ ഉറക്കമല്ല. അപ്പം നമ്മുടെ ഉറക്കം എത്രയാണെന്ന് കംഫർട്ടബിൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉറക്കമാണ് നമ്മൾ ഉറങ്ങേണ്ടത്. ഓരോരുത്തർക്കും എത്ര ഉറക്കം കിട്ടിയാലും നമുക്ക് എണീക്കുമ്പോൾ ഉന്മേഷം അനുഭവപ്പെടുന്നുവോ ആ ഉറക്കം നമ്മൾ ഉറങ്ങണം. അത് നമ്മളുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്നതാണ്. ഇനി അടുത്ത ഒരു ശ്ലോകത്തോടു കൂടിയിട്ട് കുറച്ച് ഉള്ളൂ എടുക്കാനുള്ളൂ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്ത ആഹാരം നേരത്തെ പറഞ്ഞത് എന്ത് നെഗറ്റീവായിട്ടുള്ള ഒരു വശമാണ്, വ്യതിരേകം എന്ന് പറയും. ഇവിടെ അന്വയമാണ്. എന്തുണ്ടെങ്കിലാണ് നമുക്ക് യോഗമുണ്ടാകുന്നത്? യുക്തമായ ആഹാരമുണ്ടെങ്കിൽ യോഗമുണ്ട്, യുക്തചേഷ്ടകളുണ്ടെങ്കിൽ യോഗമുണ്ട്, യുക്ത സ്വപ്നം ഉണ്ടെങ്കിൽ, സ്വപ്നം എന്ന് പറഞ്ഞ് ഉറക്കത്തെയാണ് ഇവിടെ പറയുന്നത്, സ്വപ്നമല്ല, ഉറക്കത്തെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. അവബോധം എന്ന് പറഞ്ഞത് ഉണർവിനെയാണ്. യുക്തമായ ഉണർവും യുക്തമായ ഉറക്കവും ഉണ്ടെങ്കിൽ യോഗമുണ്ട് എന്ന്. ഈ യോഗം സകല ദുഃഖങ്ങൾക്കും നാശമുണ്ടാക്കുന്നതാണ്. ദുഃഖ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന് ഹാനി വരുത്തുന്നതാണ്. സകല ദുഃഖങ്ങൾക്കും ഒരുപാട് നമ്മൾ അതുകൊണ്ട് ഉറങ്ങി സമയം കളയരുത്. പല ആളുകളും ഇന്ന് ഒരു കോഴ്സ് തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് രാവിലെ നേരത്തെ എണീറ്റ് ജീവിത വൃത്തികളിൽ ഏർപ്പെടുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ പോലും കോഴ്സുകളുണ്ട്. ഒരു മനുഷ്യനെ മോർണിംഗ് പേഴ്സൺ ആക്കാനായിട്ട് കോഴ്സാണ് അതൊക്കെ. ഇന്നത്തെ കാലഘട്ടം മാറിയില്ലേ? മനുഷ്യൻ നേരത്തെ എണീക്കാത്തത് കൊണ്ട് സൂര്യോദയങ്ങൾ നഷ്ടപ്പെടുന്നു, പ്രഭാതത്തിൽ കിളികളുടെ കൂജനങ്ങൾ നഷ്ടപ്പെടുന്നു. ചില ഇടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴേക്കും രാവിലെ കിളികളുടെ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. നമ്മൾ എണീക്കണം രാവിലെ. എണീറ്റ് കഴിഞ്ഞാൽ ഈ കിളികൾ പാടുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ആനന്ദതുന്തിലമായ ഒരു നിമിഷം എന്ന് പറഞ്ഞ പ്രഭാതമാണ്. ഈ പ്രഭാതങ്ങൾ എത്ര നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മരണത്തിൻ്റെയൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് ഇനി പ്രഭാതങ്ങൾ ഉണ്ടാകില്ല. ഈ പ്രഭാതങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കണം. എല്ലാ ദിവസവും നമ്മുടെ ആദ്യകാലത്തൊക്കെ മനുഷ്യർ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്ന മനുഷ്യരാണ് അല്ലേ? വിളക്ക് എന്ന് പറയും, വിളക്ക് കത്തിച്ചു വെച്ച് ഉറങ്ങാതിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. വൈദ്യുതി വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ 12 മണി 1 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ എണീക്കുന്നത് 9 മണി 10 മണി. വലിയൊരു പ്രോബ്ലമാണ്. ഞാനൊരു തമാശ പറയാം. നിങ്ങൾ ഉറങ്ങുന്നതിനിടയിൽ ഇനി അങ്ങനെ പറയാം. ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരാൾ, അദ്ദേഹം ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ടോയ്ലറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, എന്താ പ്രശ്നം? രാവിലെ എത്ര മണിക്ക് മൂത്രമൊഴിക്കും? 7 മണിക്ക് മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞു. എത്ര മണിക്ക് മലവിസർജനം ചെയ്യും? 8 മണിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എണീക്കുന്നത് 9 മണിക്കാണെന്ന്. അപ്പോൾ എവിടെയാണ് വിസർജിക്കുന്നത്?
എവിടെയാണ് മൂത്രമൊഴിക്കുന്നത്? കിടക്കുന്നിടത്ത് തന്നെയാണ്. അതാണ് അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഉറക്കത്തിൽ നമ്മൾ ഈ ജൈവിക പ്രക്രിയകൾ പോലും മറന്നു പോകുന്നുണ്ട് മനുഷ്യർ. ജൈവിക ആവശ്യങ്ങൾ ഉറക്കത്തിൽ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അവർ ഉറക്കത്തിൽ നിന്ന് എണീക്കില്ല, ആ സുഖം കളയില്ല. എനിക്കറിയാം ചില ആളുകൾ മൂത്രമൊഴിക്കാൻ എണീക്കും ഇടയ്ക്ക് രാത്രിയിൽ, കണ്ണ് തുറക്കില്ല. അവർ കണ്ണടച്ച് ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രമൊഴിച്ച് കണ്ണടച്ചിനെ തിരിച്ചു വരും. കണ്ണ് തുറന്നാൽ ഉറക്കം നഷ്ടപ്പെടുമെന്നും ഉറക്കത്തിൻ്റെ സുഖം നഷ്ടപ്പെടുമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. അത്രമാത്രം ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഇരുധ്രുവങ്ങളിലേക്ക് പോകാതെ ഒരു മധ്യമ മാർഗം, ആ മധ്യമ മാർഗമാണ് യോഗിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതം. ആ യോഗമാണ് ചിത്തശുദ്ധിക്കും അന്ധക്കരണ ശുദ്ധിക്കും സഹായകമാകുന്നത്. അന്ധക്കരണ ശുദ്ധിയില്ലാതെ ഒരു വ്യക്തിക്ക് ധ്യാനം എന്നതൊരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. ധ്യാനം സംജാതമാകുന്നത് അന്ധക്കരണ ശുദ്ധി വരുമ്പോഴാണ്. അന്ധക്കരണ ശുദ്ധിക്ക് കർമ്മയോഗം നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ കർമ്മയോഗത്തിൻ്റെ ഒരു സപ്ലിമെൻ്ററി എന്ന രീതിയിലാണ് ഉറക്കത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഈ കാര്യം ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മധ്യമ മാർഗം. ജീവിതത്തിൽ ഒരു മധ്യമ മാർഗമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ധർമ്മത്തിൻ്റെ നിർവഹണത്തിന് അത് ആവശ്യമാണ്. ശരീരമുണ്ടെങ്കിലാണ് ധർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമാണ്, കാളിദാസൻ്റെ ഒരു വാക്യമാണത്, ശരീരമാണ് ധർമ്മത്തിൻ്റെ സാധനമായിട്ട് വരുന്നത് ആദ്യം. അതുകൊണ്ട് ആ ശരീരത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അടുത്ത് ഒരു രാജകുമാരൻ, ആ രാജകുമാരൻ ശിക്ഷണത്തിനായിട്ട് വന്നു. ശ്രീബുദ്ധൻ ആദ്യം രാജകുമാരന് ശിഷ്യത്വം കൊടുക്കണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഒരു രാജകുമാരൻ ശിഷ്യനാകണമെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് സ്വീകരിക്കാൻ ശ്രീബുദ്ധന് കഴിഞ്ഞില്ല. മറ്റ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഇദ്ദേഹത്തിന് ശിഷ്യത്വം കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അന്വേഷിച്ച് വന്നതല്ലേ, അദ്ദേഹത്തിന് ശിഷ്യത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യത്വം കൊടുത്തു. അദ്ദേഹം ഓരോ ദിവസവും സാധനകൾ തീവ്രമാക്കി. ഉറക്കമില്ലാതെ ധ്യാനം തുടങ്ങി, ഭക്ഷണം കഴിക്കാതെ ധ്യാനം തുടങ്ങി. തീവ്രമായ ധ്യാനം. അദ്ദേഹം എല്ലും തോലുമായി ബുദ്ധൻ ആദ്യകാലത്ത് നടത്തിയ സാധനകൾ പോലെ അദ്ദേഹം തീവ്ര സാധകനായിട്ട് മാറി. അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഗുരു, ആ രാജകുമാരൻ ദീർഘ ദിവസങ്ങളായിട്ട് തന്നെ ധ്യാനത്തിലിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നും. അപ്പോൾ ബുദ്ധൻ ഈ ശിഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. രാജകുമാരൻ്റെ, അവൻ്റെ പേര് ശ്രവണോ എന്നാണ്. ശ്രവണോ എന്ന ആ ശിഷ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തട്ടി വിളിച്ചു, ഇങ്ങനെ, ശ്രവണോ. അപ്പോൾ ശ്രീബുദ്ധനെ കണ്ടപ്പോൾ നമസ്കരിച്ചു. അപ്പോൾ ശ്രീബുദ്ധൻ ആ ശ്രവണോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ തീവ്രമായിട്ട് സാധനകൾ അനുഷ്ഠിക്കുകയാണ്. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, നീ ഇവിടെ വരുന്നതിന് മുൻപ് ആരായിരുന്നു? അദ്ദേഹം ഒരു സംഗീതജ്ഞനും കൂടിയായിരുന്നു. നല്ല സംഗീതം അറിയാവുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ നിന്റെ സംഗീത ഉപകരണത്തിൽ സിത്താറിൽ തന്ത്രികൾ നീ വളരെ മുറുക്കി വലിച്ചു കെട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് സംഗീതം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രവണ പറഞ്ഞു, ഇല്ല, അതിൽ നിന്ന് അപശബ്ദങ്ങളെ വരികയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി നല്ലവണ്ണം തന്ത്രികൾ അയച്ചു കെട്ടിയാലോ അതിൽ നിന്ന് ശബ്ദം പോലും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. വളരെ സിമ്പിളായിട്ടുള്ള ശിക്ഷണങ്ങളാണത്. ഒരു സിത്താറിൻ്റെ തന്ത്രികൾ അയച്ചു കെട്ടുമ്പോൾ അതിൽ നിന്ന് ശബ്ദം പോലും വരില്ല എന്നും, മുറുകെ കെട്ടുകയാണെങ്കിൽ വളരെ പ്രാകൃതമായ അപശബ്ദങ്ങൾ വരുള്ളൂ എന്നും ശ്രവണ പറഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇതിനിടയിൽ തന്ത്രികൾക്ക് സംഗീതാത്മകമായ ഒരു വലിവ് ആവശ്യമാണ്. സംഗീതാത്മകമായ ഒരു വലിച്ചിൽ, ഒരു സ്ട്രെച്ചിങ് ആവശ്യമാണ്.
ആ ലെവലിലാണ് നമുക്ക് ജീവിക്കുന്നത് ഏറ്റവും ഉത്തമം. മധ്യമമായൊരു മാർഗം. ആ മധ്യമമായ മാർഗം തന്നെയാണ് ഒരർത്ഥത്തിൽ ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. ഭഗവത്ഗീതയിൽ ഒരു യോഗി ആവുക എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീമുകളിലേക്ക് നമ്മൾ പോവുകയല്ല, പകരം നടുനിലയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ കാണുകയും ആസ്വദിക്കുകയും നടുനിലയിൽ ജീവിക്കാൻ പഠിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ നടുനില ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ സ്വധർമ്മത്തെ ജീവിക്കുകയും ആ സ്വധർമ്മത്തെ സാക്ഷിഭാവത്തിൽ കാണുകയും ചെയ്യണം. സ്വധർമ്മം നടക്കുമ്പോൾ തന്നെ, സംഭവിക്കുമ്പോൾ തന്നെ ആ സ്വധർമ്മത്തിൻ്റെ സാക്ഷിയായിട്ടിരിക്കുക, അത് ജീവിതത്തെ ധന്യമാക്കുന്ന ഒരനുഭവമാണ്. തീർച്ചയായിട്ടും അത് മോക്ഷത്തിലേക്ക്, ചിത്തശുദ്ധീകരണത്തിലൂടെ മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നിധിധ്യാസനത്തിലൂടെ, നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മളുടെ മനസ്സ് ഏകവൃത്തിയിലേക്ക് വരുന്നതാണ് നിധിധ്യാസനം. അത് നിർഗുണമാകുമ്പോഴാണ്, അത് ആത്മാകാര വൃത്തിയാകുമ്പോഴാണ് ജ്ഞാനം സംപ്രാപ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ആത്മാകാര വൃത്തിക്ക് തൊട്ടു മുമ്പുള്ള നിധിധ്യാസനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അത് നിർഗുണാവസ്ഥ കൂടിയാണ്. ആ നിർഗുണാവസ്ഥയുടെ സംപ്രാപ്തിക്കായിട്ട് നമ്മൾ അന്ധഃകരണ ശുദ്ധി വരുത്തേണ്ടതുണ്ട്. അത് മധ്യമ മാർഗത്തിലൂടെയാണ്. അത് ധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സാക്ഷിഭാവത്തിൽ ജീവിച്ച് ആ സാക്ഷി ആണ് ഞാനെന്ന്, ആത്മാവെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു സാധ്യതയെ കണ്ടെത്തുന്ന ഒരറിവാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത്. വാസ്തവത്തിൽ ഈ 2 ശ്ലോകങ്ങളും ബാഹ്യമായ ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് അതിലേക്കുള്ള. ആ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ലളിതമായിട്ട് ഇവിടെ പറഞ്ഞു തന്നു എന്ന് മാത്രം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവരും കുറച്ച് നേരം എണീറ്റൊക്കെ നിന്ന് ഒന്ന് ഉഷാറായിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. അദ്വൈതാശ്രമത്തിൽ വന്ന് നിങ്ങളുമായിട്ട് 2 ശ്ലോകങ്ങൾ പങ്കുവയ്ക്കാനായത് ഒരു വലിയ സന്തോഷം ആയിട്ട് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം.